intervals ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ define ചെയ്തു what is open interval AB, what is closed interval AB, what is open A closed B, what is closed A open B. ഇതൊക്കെയാണ് ബൗണ്ടഡ് ഇന്റർവെൽസ്. പിന്നെ അൺബൗണ്ടഡ് ഇന്റർവെൽസ് -∞ to ഓപ്പൺ എ, അൺബൗണ്ടഡ് ബിലോ, അൺബൗണ്ടഡ് ബിലോ തന്നെ ക്ലോസ്ഡ് A to infinity, unbounded above, open, closed A infinity. ഇങ്ങനെ അൺബൗണ്ടഡ് above and unbounded below R. ഈ ഇന്റർവെൽസ് എല്ലാം നമ്മൾ ഇന്നലെ ഡിഫൈൻ ചെയ്തു. നൗ വി ക്യാരക്ടറൈസ് ഈ പറയുന്ന എല്ലാ സെറ്റുകൾക്കും ഉള്ള പ്രത്യേകത എന്താണ്? ഇതിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ തിയറം ആണ് പറയുന്നത്. ക്യാരക്ടറൈസേഷൻ തിയറം ഫോർ ഇന്റർവെൽസ്. ഓക്കെ, തിയറം പറയുന്നതാണ് a non-empty subset S subset of R S non-empty is an containing at least 2 points points in it, then S is an interval if and only if it has the property that for every 2 points x and y in S, the set of all real numbers, ഞാനപ്പോൾ A B എന്ന് എഴുതാം. If you take any 2 elements of the set S, the set of all real numbers between A and B is also in S. സെറ്റ് എസിലെ ഇന്റർവെലിന് പ്രത്യേകത ഇതാണ്. ഇന്റർവെല്ലിൽ ഏത് 2 പോയിന്റ് എടുത്താലും ആ 2 പോയിന്റിന്റെയും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും, ഒരു ഗ്യാപ്പും ഇല്ല, എല്ലാ റിയൽ നമ്പേഴ്സും ആ സെറ്റിൽ തന്നെ ഉണ്ടാവണം. ആ സെറ്റിലെ ഏത് 2 പോയിന്റിന്റെയും എടുത്താലും ആ പോയിന്റ് മാത്രമല്ല, ആ പോയിന്റ്സിന്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും സെറ്റിനുള്ളിൽ തന്നെ ഉണ്ടാവണം. ഓക്കെ, ദാറ്റ് ഇസ് ദ characterization അല്ലെങ്കിൽ that is the property of intervals on real line. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. So we consider different cases. So first we consider അപ്പോൾ 4 കേസായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്. എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യം നമ്മളൊരു സെറ്റ് എടുക്കുന്നു. let S be a non-empty set, subset of real line such that S contains 2 points, at least 2 points. We consider 4 cases. Case 1, S is bounded above and bounded below. So in that case, S is non-empty and S is bounded. എന്ന് പറയുമ്പോൾ S is bounded below and bounded above. So S non-empty ആണെന്ന് തന്നിട്ടുണ്ട്. Given that S is non-empty and S is bounded below എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ bounded above എന്ന് പറയുമ്പോൾ by supremum property or completeness property, we can say that S has the supremum by completeness property or supremum property. Of real numbers. Okay, so ആ സുപ്രീമത്തിനെ നമുക്കൊരു പേരും വിളിക്കാം. Say supremum of S. Say let it be B എന്ന് പറഞ്ഞിട്ടൊരു എലമെന്റ് ഉണ്ട്. ഇനി ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് എബവ് മാത്രമല്ല, ബൗണ്ടഡ് ബിലോ ആണ്. ഓൾസോ S is non-empty and S is bounded below. Okay,
Also here S is non-empty, given that S is non-empty and S is bounded below. S is bounded below എന്ന് പറയുമ്പോഴത്തേക്കും by equivalent property എന്താണ് completeness propertyയിൽ നിന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് infimum property. So which is equivalent to the supremum property or completeness property of R. So I can use this property to say that every bounded below non-empty subset of real numbers has the infimum. So let it be small letter a. Say infimum of set S be denoted by small letter a, which is also a real number. Okay. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സെറ്റിലെ ഏത് രണ്ട് എലമെന്റ് എടുത്താലും ആ രണ്ട് എലമെന്റിന്റെയും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും എവിടെ ഉണ്ടെന്ന് പറയണം? എസ്സിൽ ഉണ്ടെന്ന് പറയണം. എസ്സിൽ രണ്ട് എലമെന്റ്സ് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഈ കേസില് ഒരു കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റും, നമുക്ക് അത് ചെയ്യാം. ഒരു കാര്യം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, ഈ ഐ ക്ലെയിം ദാറ്റ് എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും എന്താണെങ്കിലും എസ്സിൽ വരും. കാരണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും ഈ കേസിൽ എന്തൊക്കെയാ വരിക? ഓപ്പൺ ഇന്റർവൽ എ ബി വരാം, അല്ലെ ഇൻഫിമം സുപ്രീമം ആ സെറ്റിൽ ഉണ്ടാവുന്ന കേസ് വരാം. ഇത് പ്രൂവ് ചെയ്യേണ്ട കാര്യമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അതായത് ഞാനിവിടെ സൈഡിൽ എഴുതാം, ഇത് ആവശ്യമുള്ളതല്ല കേട്ടോ. ഈ കേസിൽ എന്തൊക്കെയാ വരാമെന്ന്? ഓപ്പൺ ഇന്റർവൽ എ ബി ആവാം, ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആവാം, അല്ലെ, അല്ലെങ്കിൽ ഓപ്പൺ എ ക്ലോസ്ഡ് ബി ആവാം, അല്ലെങ്കിൽ ക്ലോസ്ഡ് എ ഓപ്പൺ ബി ആവാം. എന്ത് തന്നെ ആയിക്കോട്ടെ, എയും ബിയും സെറ്റിൽ ഉണ്ടോയെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും സെറ്റിൽ ഉണ്ടെന്ന് നമുക്ക് ഈ കേസുകളിലൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റും. സോ വെൻ എസ് ഇസ് ബൗണ്ടഡ്, I can say that every real number between the infimum and supremum is a part of that set. അത് നമുക്ക് ആദ്യം ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്കാം? എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള ഏതൊരു എലമെന്റ് എടുത്തിട്ടും നമുക്ക് ഇതൊരു കാര്യം ആൻഡ് എസ് എസ് രണ്ട് കാര്യം പ്രൂവ് ചെയ്യാം. ഇതും പ്രൂവ് ചെയ്യാം ആൻഡ് എസ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്നും പ്രൂവ് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ആദ്യം ഇതാണ് പ്രൂവ് ചെയ്യണമെങ്കിൽ, എസ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ, അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാവേ, അത് കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നുന്നു ആലോചിക്കുമ്പം. എസ് കണ്ടെയ്നിങ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എസ്സിലെ ഒരു എലമെന്റ് എടുക്കുന്നു, എന്നിട്ട് അത് ആ എലമെന്റ് എക്കും ബിക്കും എടുക്കേണ്ടത്. അത് എളുപ്പത്തിൽ പറയാലോ. ഫസ്റ്റ് ടു പ്രൂവ് S is contained in closed interval AB, let an element belong to S. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? Then to prove X is in closed interval AB. Okay. X belongs to S എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെറ്റ് എസിന്റെ ഇൻഫിമം ആണ് little a. Little a is the infimum of the set S, so that it is a lower bound for the set S. A is a lower bound for S. That means A is less than or equal to each and every element of the set, and since X is an element of the set, A is less than or equal to X. Since X is in S. രണ്ടാമത് എക്സ് ഇസ് ഇൻ എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ബി ഇസ് ദ സുപ്രീമം ഓഫ് ദറ്റ് സെറ്റ്. ബി ഇസ് ദ സുപ്രീമം ഓഫ് ദറ്റ് സെറ്റ്, supremum of S, so that B should be an upper bound for that set.
Therefore, every b should be greater than or equal to each and every element of the set. So x should be less than or equal to b for every x in s. Since here we have taken x in s, x is less than or equal to b. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്തെന്ന് എഴുതാം? From 1 and 2 I can write x is lying between a and b. That means x is in closed interval AB. By the definition of closed interval AB as a set of all real numbers between a and b, including a and b. അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? We take an element from S. അല്ല, ഒരു എക്സിലെ ഒരു എലമെന്റ്, എസിലെ ഒരു എലമെന്റ്. Thus we have proved x belongs to S എടുത്തപ്പം we have proved x belongs to closed interval AB. That means our set S is completely contained in closed interval AB. Every element of S is in closed interval AB. അപ്പോൾ ഒരു കാര്യം നമ്മൾ ക്ലെയിം ചെയ്ത ഒരു കാര്യം പ്രൂവ് ചെയ്തു. രണ്ടാമത് ഞാൻ ഒരു കാര്യം കൂടെ ക്ലെയിം ചെയ്തതാണ്, എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും എസിലുണ്ട്. അത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള ഒരു നമ്പർ എടുക്കുന്നു. Now we prove that എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും എസിലുണ്ട്. Take an element from open interval AB. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞ അർത്ഥം x is a real number such that a is less than x less than b. അങ്ങനെയാണെങ്കിൽ a is less than x എന്ന് പറഞ്ഞാൽ a is less than x എന്ന് പറഞ്ഞാൽ what to say? a is the supremo അല്ലെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എസ് ആണ്. അതിനേക്കാളും വലിയൊരു നമ്പറാണ് എക്സ്. ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് അപ്പർ ബൗണ്ട്സിൽ ഏറ്റവും ചെറുത്. ലീസ്റ്റ് അപ്പർ ബൗണ്ടിനേക്കാളും വലിയൊരു നമ്പർ എടുത്താൽ അത് അപ്പർ ബൗണ്ട് അല്ല. സോ ബൈ ദ ഡെഫിനേഷൻ ഓഫ് സുപ്രീമം എക്സ് ലീസ്റ്റ് അപ്പർ ബൗണ്ടിനേക്കാളും വലുതാണെന്ന് പറഞ്ഞാൽ എ ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പൊ എനേക്കാളും വലിയൊരു എലമെന്റ് എന്തല്ല? അപ്പർ ബൗണ്ട് അല്ല. ഓക്കെ, ഞാനത് എഴുതുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ എഴുതാം. എ എന്ന് പറയുന്നത് ലെസ് ദാൻ എക്സ് എന്ന് പറഞ്ഞാൽ സിൻസ് എ ഇസ് ദ സുപ്രീമോ ഓഫ് എക്സ്, ഐ ക്യാൻ റൈറ്റ് സിൻസ് എ ഇസ് ദ സുപ്രീമോ ഓഫ് അവർ സെറ്റ് എസ്, a less than x implies x is not an upper bound for s. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞാൽ എക്സിന് റൈറ്റ് സൈഡിൽ സെറ്റിൽ എലമെന്റ്സ് ഉണ്ട്. There exists an element in the set which is on the right side of x. ഇനി a less than x less than b എന്ന് പറയുമ്പോൾ a less than x എന്നും ഉണ്ട്, x less than b എന്നും ഉണ്ട്. Now x less than b എന്ന് പറഞ്ഞാൽ what is b? b is the infimum of the set S, which implies infimum ആണ് greatest lower bound. അപ്പോൾ x അതിനേക്കാളും ചെറുതാണെന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ്, ഞാൻ എഴുതിയത് തെറ്റിപ്പോയല്ലോ, തിരിഞ്ഞു പോയല്ലേ. ഞാൻ എഴുതിയത് തെറ്റിപ്പോയിട്ടോ, സോറി. എ സുപ്രീമോ അല്ലല്ലോ, ബി ആയിരുന്നു സുപ്രീമോ. ഞാൻ എഴുതിയത് തിരിഞ്ഞാ പോയെ. അപ്പോ ഹിയർ ഓക്കെ, അപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാം. എന്താ വന്നിരിക്കണേ? എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന് അറിയാം. Now, what to say? A is less than x. What to say? A is the infimum of the set S. Implies infimum എന്ന് പറഞ്ഞാൽ greatest lower bound. Greatest lower boundനേക്കാളും വലിയൊരു നമ്പർ ലോവർ ബൗണ്ട് ആവില്ല. X is not a lower bound for the set S. That means x lower bound അല്ല.
എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ് എ. അപ്പൊ അതിനേക്കാൾ വലിയൊരു ലോവർ ബൗണ്ട് ഇല്ല. അപ്പൊ എക്സ് ഒരു ലോവർ ബൗണ്ട് അല്ല. എസിന്റെ ലോവർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ എലിമെന്റ്സിനേക്കാളും ചെറുതാണെങ്കിലാണ് ലോവർ ബൗണ്ട് ആവുക. അപ്പോ ലോവർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ എലിമെന്റ്സിനേക്കാളും ചെറുതല്ല, അതിനേക്കാളും ചെറിയ എലിമെന്റ്സ് ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് there exist ഒരു എലമെന്റ് ഉണ്ട് സേ y എക്സിനേക്കാളും ചെറുതാണ്. ഓക്കെ, ഈ y എന്ന് പറയുന്നത് എനേക്കാളും, ദാറ്റ് ഈസ് y is less than x and less greater than or equal to a എന്നും കൂടെ പറയാം. കാരണം എന്താണ്? y is in s. a എന്ന് പറയുന്നത് എസിന്റെ ലോവർ ബൗണ്ട് ആണ്, ഇൻഫിമോ ആണ്. അപ്പൊ എസിലുള്ള എല്ലാ എലിമെന്റ്സും എനേക്കാളും വലുതുമായിരിക്കണം. ആൻഡ് ബൈ അവർ ചോയ്സ് ഓഫ് വൈ ഇറ്റ് ഇസ് ലെസ് ദാൻ എക്സ് ഓൾസോ. അപ്പൊ ഒരു കാര്യം കിട്ടി. ഞാൻ ഇതിനെ വേണമെങ്കിൽ 3 എന്ന് മാർക്ക് ചെയ്യാം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ ബി എന്നും കൂടി ഉണ്ട് അല്ലെ? എ ലെസ് ദാൻ എക്സ് എന്ന് മാത്രമല്ല, എക്സ് ലെസ് ദാൻ ബി എന്നും കൂടി ഉണ്ട്. എക്സ് ലെസ് ദാൻ ബി ആൻഡ് ബി ഇസ് ദ സുപ്രീമം. ഓക്കെ, സോ now we have x is less than b and b is the supremum of the set S, that is the least upper bound. അപ്പോൾ അതിനേക്കാൾ ചെറിയ upper bounds ഇല്ല. അപ്പോൾ x is not an upper bound for the set S. x upper bound അല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സിന്റെ റൈറ്റ് സൈഡിൽ ഇനിയും സെറ്റിലെ എലമെന്റ്സ് ഉണ്ട്. ഞാൻ അതിനെ z എന്ന് വിളിക്കുകയാണ്. എക്സിന്റെ റൈറ്റ് സൈഡിൽ ഇനിയും എലമെന്റ്സ് ഉണ്ട്. എക്സിന്റെ റൈറ്റ് സൈഡിൽ ഒരു ഇസഡ് എന്താണേലും ബിനേക്കാളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയേ പറ്റുള്ളൂ. കാരണം ബി ഇസ് ദ സുപ്രീമം. സെറ്റിലെ എല്ലാ എലമെന്റ്സും ബിനേക്കാളും ചെറുതായേ പറ്റൂ. അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ കിട്ടി. എന്തൊക്കെയാ കിട്ടിയത്? നമുക്ക് കിട്ടിയത് ഇതാണ്: എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഓക്കെ, കിട്ടിയത് ഇതാണ്. 3 and 4 implies I can write a less than or equal to y less than x less than z less than or equal to b. ഇതാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ x is in closed interval yz and closed interval yz എന്ന് പറയുന്നത് y-ഉം z-ഉം എവിടുത്തെ എലമെന്റ് ആണ്? where y and z are taken from S. ഇത്രയാണ് കിട്ടിയത്. That means x is in closed interval yz and since y and z are elements of the set S, this is contained in S. എന്തായിരുന്നു നമ്മൾ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് നമ്മൾ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഒരു എക്സ് എടുത്തു, അത് എസ്സിലാണെന്ന് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അത് എസ്സിലാണെന്ന് കിട്ടി, കാരണം വൈയും ഇസഡും എസ്സിലെ എലമെന്റ്സ് ആണ്. സോ വൈന്റെ ഇസഡിന്റെ ഇടയ്ക്കുള്ള എക്സും എസ്സിലെ എലമെന്റ് ആണ്. ഓക്കെ, സോ ദാറ്റ് നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് we have proved x belongs to open interval a b എടുത്തപ്പോൾ we get x belong to S. Therefore, open interval AB is contained in S. തീർന്നില്ല. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. S is contained in closed interval AB എന്നും open interval AB contained in S എന്നും രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്തു. പിന്നെ എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് അതിനെ സ്റ്റാർ എന്ന് മാർക്ക് ചെയ്യാം. വേറൊന്നിത് ഞാൻ ഡബിൾ സ്റ്റാർ എന്ന് മാർക്ക് ചെയ്തു. ഇനി 4 കേസസ് ഇതിലുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാല് S is contained in closed interval AB and open interval AB is contained in S എന്നാ പറഞ്ഞേക്കണം. അപ്പൊ എയുടെയും ബിയുടെയും കേസിലാണ് തീർച്ചയില്ലാതെ. ഓപ്പൺ ഇന്റർവൽ എ ബിയിലുള്ള എല്ലാ പോയിന്റ്സും എസ്സിലുണ്ട്. എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള എല്ലാ പോയിന്റ്സും എസ്സിലുണ്ട്. നിങ്ങൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിലേക്ക് ഒന്നുകൂടെ നോക്കൂ. ദസ് we have S is contained in closed interval AB and
ഓപ്പൺ ഇന്റർവൽ എ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എയും ബിയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള എല്ലാ എലമെന്റ്സും എസിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എസിലുള്ള എല്ലാ പോയിന്റ്സും എയുടെയും ബിയുടെ ഇടയ്ക്കാണെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ എയുടെയും ബിയുടെയും കാര്യത്തിൽ, അതായത് ഓപ്പൺ ഇന്റർവൽ എ ബി എന്നുള്ള മൊത്തം എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള എല്ലാ എലമെന്റ്സും എസിലുണ്ട്. അതുപോലെ തന്നെ എസിലുള്ള എല്ലാ എലമെന്റ്സും ഒന്നെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ ക്ലോസ് ഇന്റർവൽ എ ബിയിലോ ഉണ്ട്. എയോ ബിയോ ആവാം. അപ്പൊ എയുടെയും ബിയുടെയും കാര്യത്തിൽ മാത്രമാണ് ഉറപ്പില്ലാതെ. എയും ബി എന്ന് പറഞ്ഞ രണ്ട് എൻ പോയിന്റ്സ് എസിൽ ഉണ്ടാവാം, എസിൽ ഉണ്ടാവാതിരിക്കാം. ബാക്കി എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള നമ്പേഴ്സ് ഒക്കെ എസിൽ ഉണ്ടെന്ന് ഉറപ്പാണ്. എയും ബിയും ഇൻഫിമം ഓഫ് എസും സുപ്രീമം ഓഫ് എസും എസിലുണ്ടോ എന്ന് ഉറപ്പില്ല. പക്ഷെ എസിൽ അത് ഈ എയുടെയും ബിയുടെയും ഇടയ്ക്കത്തെ പോയിന്റ്സോ അല്ലെങ്കിൽ എയോ ബിയോ അല്ലാതെ വേറൊരു പോയിന്റ്സും എസിൽ ഇല്ല എന്ന് ഉറപ്പാണ്. അത്രയും കാര്യങ്ങളായി. അപ്പൊ ഇവിടെ ആക്ച്വലി എത്ര കേസസ് വരും? എയും ബിയും എസിൽ ഉണ്ടാവാം, എയും ബിയും രണ്ട് എസിൽ ഉണ്ടാവാതിരിക്കാം, ഏതെങ്കിലും ഒരെണ്ണം മാത്രം എസിൽ ഉണ്ടാവാം. 4 കേസസ് ഉണ്ട്. ഓക്കെ, സോ വി ഹാവ് four possibilities. എന്തൊക്കെയാണ്? ഒന്ന്, കേസ് 1, എയും ബിയും രണ്ടും എസിലുണ്ട്. ഇതൊരു കേസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്ന സ്റ്റാർ ആൻഡ് ഡബിൾ സ്റ്റാർ ഒന്ന് കൂട്ടി വായിച്ചേ. എയും ബിയും എസിലുണ്ട്. അപ്പോൾ എസ് കണ്ടെയ്ൻഡ് ഇൻ സ്റ്റാർ പറയുന്നത് എസ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ഓക്കെ, സ്റ്റാർ ഇംപ്ലൈസ് എസ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ഡബിൾ സ്റ്റാർ പറയുന്നത് open interval AB is contained in S. Also in this case, A and B belongs to S. എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി തന്നെ എസിലുണ്ട്, എയും ബിയും കൂടിയും എസിലുണ്ട്. സോ ടുഗദർ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വായിച്ചാൽ I can write S is nothing but closed interval AB. Okay, S is nothing but closed interval AB in this case. So from these two, I can write S is equal to closed interval AB. S is equal to closed interval AB. ഇനി വേറൊരു കേസ് വരാവുന്നത് കേസ് 2. എ എസിലുണ്ട്, ബി എസിലില്ല. ഇങ്ങനെ വേണമെങ്കിൽ വരാം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്റ്റാറും ഡബിൾ സ്റ്റാറും ഇതുപോലെ തന്നെ നോക്കിയാൽ യു ക്യാൻ റൈറ്റ് എസില് എ ഉണ്ട്, ബി ഇല്ല, എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ട്, അതല്ലാതെ എസിൽ വേറെ പോയിന്റ്സ് ഇല്ല. സോ ഇങ്ങനെ കിട്ടും. കേസ് 3, എ എസിലില്ല, ബി എസിലുണ്ട്. അപ്പോൾ ഇതേ കണ്ടീഷൻസ് നമ്മൾ പ്രൂവ് ചെയ്ത രണ്ട് കാര്യങ്ങൾ എന്തിനായിരുന്നു? ഇതിൽ നിന്ന് നമുക്ക് പറയാം എസില് എ ഇല്ല, പക്ഷെ എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള എല്ലാം ഉണ്ട്, ബിയും ഉണ്ട്. കേസ് 4, എയും ഇല്ല, ബിയും എസിലില്ല, അതിൽ സുപ്രീമോ ഇൻഫിമോ സെറ്റിലില്ല. അപ്പോൾ സ്റ്റാർ ആൻഡ് ഡബിൾ സ്റ്റാറിൽ എന്ത് കിട്ടും? എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള എല്ലാ എലമെന്റ്സും എസിലുണ്ട്, പക്ഷെ എയും ബിയും ഇല്ല. എസിൽ വേറെ എലമെന്റ്സ് ഒന്നുമില്ല, ഈ എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. സോ ഓപ്പൺ ഇന്റർവൽ എ ബി തന്നെയാണ്. അപ്പൊ ഈ 4 കേസിലും വി വിൽ ഗെറ്റ് എസ് ഇസ് ആൻ ഇന്റർവൽ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഇതേപോലെ ബൗണ്ടഡ് അല്ലാത്ത കേസ് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇവിടെ കേസ് 1 എന്നൊക്കെ എഴുതിയിരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് ഇപ്പോൾ എഴുതിയ കേസസിനെ നമുക്ക് ABCD എന്ന് വേണമെങ്കിൽ വിളിക്കാം. 4 പോസിബിൾ കേസസ്
കേസ് എ ബി സി ഡി എന്ന് ഞാൻ വിളിക്കുകയാണ്. സോ നെക്സ്റ്റ് പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അൺബൗണ്ടഡ് കേസസ്, അതായത് അൺബൗണ്ടഡ് ബിലോ ആണെങ്കിൽ അൺബൗണ്ടഡ് എബോ ആണെങ്കിൽ ബോത്ത് അൺബൗണ്ടഡ് എബോ ആൻഡ് ബിലോ ആണെങ്കിലും കൂടെ ഇതേപോലെ പ്രൂവ് ചെയ്യണം. അത് നമുക്ക് അടുത്ത അപ്പം നമ്മൾ രണ്ടാമത്തെ കേസ് എസ് ബൗണ്ടഡ് എബോ ആൻഡ് അൺബൗണ്ടഡ് ബിലോ എന്നുള്ള കേസ് എടുത്തു. അപ്പോൾ എസ് നോൺ എം ടി ആണ്, ബൗണ്ടഡ് എബോ ആണ് എന്ന് പറഞ്ഞാൽ ബൈ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി എസ് ആസ് സുപ്രീമം. സോ സുപ്രീമത്തിനെ ഞാൻ എ എന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ എയിനേക്കാളും ചെറിയ എല്ലാ നമ്പേഴ്സും എസ്സിലുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ സെറ്റ് ചെയ്യുന്ന മൈനസ് ഇൻഫിനിറ്റി എയിൽ നിന്ന് ഒരു എലമെന്റ് എടുത്തു, അതായത് എക്സ് ലെസ് ദാൻ എ. അപ്പോൾ എക്സ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ്. സോ എനിക്ക് എന്ത് കിട്ടി? എക്സിന്റെ റൈറ്റ് സൈഡിൽ ഇനിയും സെറ്റിലെ എലമെന്റ്സ് ഉണ്ട് എന്ന് കിട്ടി. ഓക്കെ, ഇനി വേറെ എന്താ അറിയാവുന്നത്? വേറെ അറിയാവുന്നത് എസിനെ പറ്റി എസ് അൺബൗണ്ടഡ് ബിലോ ആണെന്ന് അറിയാം. Now also given that S is unbounded below എന്ന് പറഞ്ഞാൽ എസിന് ലോവർ ബൗണ്ട്സ് ഇല്ല. S does not have any lower bounds. ലോവർ ബൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ലോവർ ബൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പറും എസിന്റെ ലോവർ ബൗണ്ട് അല്ല. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന എക്സും ലോവർ ബൗണ്ട് അല്ല. Therefore നമ്മൾ എടുത്തിരിക്കുന്ന എലമെന്റ് എക്സ് ഇസ് നോട്ട് എ ലോവർ ബൗണ്ട് ഫോർ എസ്. ലോവർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ചെറിയ എലമെന്റ്സ് ഇനിയും സെറ്റിലുണ്ട്. അതായത് അതിനേക്കാൾ ചെറിയ ഒരു എലമെന്റ് ഇസെഡ് എന്ന് ഞാൻ എടുക്കുകയാണ്. ഇസെഡ് എക്സിനേക്കാളും ചെറിയ എലമെന്റ് എസിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ കിട്ടി. എന്തൊക്കെയാ കിട്ടിയത്? ദസ് നമുക്ക് രണ്ട് എലമെന്റ്സ് കിട്ടി, y and z in S such that z less than x ആണ്, x less than y ആണ്, y less than or equal to a ആണ്. ഇങ്ങനെ കിട്ടി. ഓക്കെ, അതായത് എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് ഇസഡിന്റെയും വൈയുടെയും ഇടയ്ക്കാണ്. ഇസഡും വൈയും എസിലെ എലമെന്റ്സ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക? ദാറ്റ് ഈസ് എക്സ് എന്ന് പറയുന്ന എലമെന്റ് ബിറ്റ്വീൻ ഇസഡ് ആൻഡ് വൈ ആണ്, വിച്ച് ഇസ് ആക്ച്വലി ഇസഡ് വൈയുടെ പാർട്ടാണ്. ഇസഡ് വൈ എന്നുള്ളത് ഇസഡും വൈയും രണ്ടും എസിലെ എലമെന്റ്സ് ആണ്. സോ ദിസ് ഇസ് എ പാർട്ട് ഓഫ് എസ്. ഓക്കെ, ബൈ ദ ഗിവൻ കണ്ടീഷൻ. കാരണം നമ്മുടെ പ്രോപ്പർട്ടി പറഞ്ഞേക്കുന്നത് എന്താണ്? വൈ പ്രോപ്പർട്ടി പറഞ്ഞേക്കുന്നത് എന്താണ്? സെറ്റ് എസിന്റെ പ്രോപ്പർട്ടി ഇതാണ്. സെറ്റ് എസിൽ രണ്ട് എലമെന്റ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് എലമെന്റ്സിന്റെ ഇടയ്ക്കുള്ള എല്ലാ എലമെന്റ്സും സെറ്റ് എസിലുണ്ട്. ഓക്കെ, അതാണ് നമ്മളുടെ പ്രോപ്പർട്ടി തന്നെ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? If A and B are two elements of S, then we have the property that this set is nothing but closed interval AB. This closed interval AB is in S എന്നാണ് പ്രോപ്പർട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എസിലുള്ള രണ്ട് എലമെന്റ്സ് വൈയും ഇസഡും വൈന്റെ ഇടയ്ക്കാണ് എക്സ് എന്ന് കിട്ടി. എസിലുള്ള രണ്ട് എലമെന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ വരുന്ന അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സും എസിലുണ്ടെന്നാണ് എസിന്റെ പ്രോപ്പർട്ടി. സോ എക്സ് ഇസ് ഇൻ എസ് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? Therefore that is x is in S കിട്ടി. അപ്പൊ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി? ദസ് നമ്മള് ഒരു എലമെന്റ് എടുത്തപ്പോ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എലമെന്റ് മൈനസ് ഇൻഫിനിറ്റി എന്ന് എടുത്തപ്പോ വി ഹാവ് എക്സ് ഇസ് ആൻ എലമെന്റ് ഓഫ് എസ്. അപ്പോ അതായത് മൈനസ് ഇൻഫിനിറ്റി എ എന്നുള്ള സെറ്റ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ എസ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇതായിരുന്നു നമ്മൾ ക്ലെയിം ചെയ്തത്. മൈനസ് ഇൻഫിനിറ്റി തുടങ്ങി എ വരെയുള്ള, അതായത് എനേക്കാളും ചെറിയ എല്ലാ റിയൽ നമ്പേഴ്സ് എസിലുണ്ട്. എ ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ രണ്ട് പോസിബിൾ കേസസ് ആണ് വരണേ. എനേക്കാളും ചെറിയ എല്ലാ നമ്പേഴ്സും എസിലുണ്ട്. ദെൻ ദർ ആർ ടു പോസിബിൾ കേസസ്. ഏതൊക്കെയാണ്? ദെൻ ദർ ആർ ടു പോസിബിൾ കേസസ്. എ എന്നുള്ള എലമെന്റ്
എ എന്നുള്ള എലമെന്റ് എസ്സിലുണ്ടോ എസ്സിൽ ഇല്ലയോ എന്നുള്ളതാണ് രണ്ട് കേസസ് വരണേ. പോസിബിൾ കേസസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇഫ് എ ഈസ് ഇൻ എസ്, ദെൻ ഈ കണ്ടീഷൻ, ഞാൻ ഈ കണ്ടീഷനെ ഇപ്പോ എ എന്ന് വിളിക്കുവാണെങ്കിൽ എ ഇംപ്ലൈസ് എസ് ഇസ് നത്തിങ് ബട്ട് മൈനസ് ഇൻഫിനിറ്റി ക്ലോസ്ഡ് എ. സെക്കൻഡ്, എ എസ്സിൽ ഇല്ല. ഇഫ് എ ഇസ് നോട്ട് ഇൻ എസ്, then the possibility is എനേക്കാളും ചെറിയ എല്ലാം എസ്സിലുണ്ട്, എ എസ്സിലില്ല. സോ മൈനസ് ഇൻഫിനിറ്റി എ തന്നെയാവും. ഓക്കെ, ഇങ്ങനെ രണ്ട് പോസിബിൾ കേസസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ കേസിലും ദസ് നമ്മളിപ്പോ എന്താ പ്രൂവ് ചെയ്ത്, ദസ് when S is bounded above and unbounded below, we have proved S is equal to either minus infinity open A or minus infinity closed A. In both the cases, S is an interval. S is an interval എന്ന് കിട്ടി. ഓക്കെ, ഇനിയുള്ള കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനാണ്? അൺബൗണ്ടഡിന്റെ അടുത്ത കേസസ്, അതായത് അൺബൗണ്ടഡ്, ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ബൗണ്ടഡ് അബവ് എന്നല്ലേ. അപ്പൊ അൺബൗണ്ടഡ് അബവ് ആൻഡ് ബൗണ്ടഡ് ബിലോ എന്നുള്ള ഒരു കേസ് ഉണ്ട്. സോ ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് കേസ്. ഇതേപോലെ തന്നെ പ്രൂവ് ചെയ്യാം. പ്രൂഫ് മുഴുവനായിട്ട് എഴുതണമെന്നില്ല. എന്ത് ചെയ്യാം? കേസ് 3, എസ് ഇസ് ബൗണ്ടഡ് ബിലോ and unbounded above. So in that case also same as in the above case, we can prove as in the proof of case 2, we can show that if B is the, അല്ലെങ്കിൽ A എന്ന് തന്നെ എടുക്കാം, if A is the infimum of S, then S is equal to either A infinity or S is equal to closed A infinity. In both the case, S is an interval. Thus, S is an interval. ഇനി ഒരു കേസും കൂടിയാണ് നമുക്കുള്ളത്. എസ് അൺബൗണ്ടഡ് എബവും അൺബൗണ്ടഡ് ബിലോയും ആണ്. രണ്ടും ഇല്ല, സുപ്രീമോം ഇൻഫിമോം ഇല്ലാത്ത കേസ്. സോ ദാറ്റ് ഇസ് ദ ലാസ്റ്റ് കേസ്, കേസ് 4. എസ് ഇസ് ബോത്ത് അൺബൗണ്ടഡ് എബവ് ആൻഡ് അൺബൗണ്ടഡ് ബിലോ. എന്താ അതിന്റെ മീനിങ്? അതായത് എസിന് അപ്പർ ബൗണ്ട് ഇല്ല, നോ അപ്പർ ബൗണ്ട്. അപ്പർ ബൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ സുപ്രീം ഉണ്ട്. അപ്പർ ബൗണ്ടും ഇല്ല, ലോവർ ബൗണ്ടും ഇല്ല. അതായത് എസിന് സുപ്രീമോ ഇല്ല, ഇൻഫിമോ ഇല്ല. നോ ഇൻഫിമോ ആൻഡ് സുപ്രീമോ. അതായത് സുപ്രീമോ ഇൻഫിമോ ഇല്ലാന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. Then we can prove that S is equal to R. In that case, we can prove that S is the whole real line R, which is also considered as an interval minus infinity infinity. കാരണം വേറൊന്നുമല്ല, നമ്മളൊരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു റിയൽ നമ്പർ എടുക്കുകയാണെങ്കിൽ എസിനെ പറ്റി എന്താ പറഞ്ഞേക്കണേ? എസ് ഹാസ് നോ അപ്പർ ബൗണ്ട് എന്നാ പറഞ്ഞേക്കണേ. അപ്പർ ബൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഏത് റിയൽ നമ്പർ എടുത്താലും എക്സ് അത് അപ്പർ ബൗണ്ട് അല്ല. ഏത് റിയൽ നമ്പർ എടുത്താലും അത് അപ്പർ ബൗണ്ട് അല്ല. അപ്പോ കാരണം എസിന് അപ്പർ ബൗണ്ട് ഇല്ലല്ലോ. അപ്പോൾ ഒരു റിയൽ നമ്പർ എസിന്റെ അപ്പർ ബൗണ്ട് ആവാൻ പോണില്ല. അപ്പർ ബൗണ്ട് ആവാൻ പോണില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സിനേക്കാളും വലിയ ഒരു എലമെന്റ് സെറ്റിലുണ്ട്. അതായത് there exists an element in the set
on the right side of x. Okay, അതേപോലെ ഈ എക്സ് അപ്പർ ബൗണ്ട് അല്ല എന്ന് മാത്രമല്ല ലോവർ ബൗണ്ടും അല്ല. കാരണം എസിന് ലോവർ ബൗണ്ടും ഇല്ല. സോ എക്സ് എന്ന് പറയുന്ന എലമെന്റ് ഇസ് നോട്ട് എ ലോവർ ബൗണ്ട് ഫോർ ദ സെറ്റ്. ലോവർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താണ്? അതിനേക്കാളും ചെറിയ എലമെന്റ്സ് സെറ്റിലുണ്ട്. അതായത് എക്സിനേക്കാളും ചെറിയ ഇസെറ്റ് എന്ന് പറഞ്ഞ എലമെന്റ് സെറ്റിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് രണ്ട് എലമെന്റ്സ് കിട്ടി. Thus, there exist y and z in the set S such that z is less than x and x is less than y. And by the property of our set S, if you take two elements in the set, every real number between those elements are also in S. So by the property of S, we have x is in S. ഒരു വല്ലാത്ത പ്രൂഫാണ്. നമുക്ക് എന്താ ഇപ്പൊ കിട്ടിയത്? എസ് അൺബൗണ്ടഡ് എബോവ് ആൻഡ് അൺബൗണ്ടഡ് ബിലോ എന്നുള്ള കേസില് ഏത് റിയൽ നമ്പർ എടുത്തപ്പോഴും നമുക്ക് ആ റിയൽ നമ്പർ എസിൽ ഉണ്ടെന്ന് കിട്ടി. ഇതിന്റെ അർത്ഥം അല്ലെ, എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഇസ് എക്സ് ഇസ് ഇൻ എസ് എന്നാണ് അർത്ഥം. അതായത് ഈ കേസില് S is nothing but the whole real line, which is actually minus infinity, infinity. This also can be considered as an interval. So in all the four cases, when S is bounded, if S is unbounded above, if S is unbounded below, if S is both unbounded above and unbounded below, in all the four cases we have proved S is an interval. So നമുക്ക് എന്ത് കിട്ടി? ക്യാരക്ടറൈസേഷൻ തിയറം കിട്ടി. എന്താണ് ക്യാരക്ടറൈസേഷൻ തിയറം പറയണേ? ക്യാരക്ടറൈസേഷൻ തിയറം പറയുന്നത് ഇതാണ്. എസിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് എസ് ഇന്റർവെൽ ആയിരിക്കും എന്ന് പറയുന്ന തിയറാണ്. എന്താണ് ആ പ്രോപ്പർട്ടി? ഇപ്പൊ നമ്മളിപ്പോ പ്രൂവ് ചെയ്തത് thus in all the cases we have proved S is an interval. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത ഇതാണ്. Thus we have proved if S is a non-empty subset of real numbers, if S is a subset of R, S is non-empty and S has at least two elements, with the property that if you take two elements A and B in the set with A less than B, then this will imply the set of all real numbers between A and B, that is nothing but the closed interval AB, this is in S. This is a subset of S. ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഏത് രണ്ട് എലമെന്റ് എടുത്താലും, എസിലെ ഏത് രണ്ട് എലമെന്റ് എടുത്താലും ആ എലമെന്റ്സ് മാത്രമല്ല, ആ എലമെന്റ്സിന്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും എസിൽ ഉണ്ടെന്നുള്ള പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ so if S is such a set, then we have proved S is an interval. Okay, തിരിച്ചുള്ള പ്രൂഫ്, അതായത് എസ് ഒരു ഇന്റർവെൽ ആണെങ്കിൽ
നമുക്ക് ഓൾറെഡി നമുക്ക് പറയാൻ പറ്റും എസ്സിൽ 2 പോയിന്റ്സ് എടുത്ത് ആ പോയിന്റ്സിന്റെ ഇടയ്ക്കുള്ള എല്ലാ എലമെന്റ്സും എസ്സിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ തിയറം അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി ക്യാൻ ബി ടേക്കൺ ആസ് എ ഡെഫിനിഷൻ, ഓൾട്ടർനേറ്റ് ഡെഫിനിഷൻ ഫോർ ഇന്റർവെൽ. ഇന്റർവെലിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് റിയൽ ലൈൻ വിത്ത് 2 properties. One is having at least 2 elements in it, and the other is if you have 2 elements taken from the set, then not only those 2 elements but all the real numbers between those elements are also belonging to the set S. If the set satisfies this property, it is an interval എന്നുള്ളത് ഒരു ഡെഫിനേഷൻ ആയിട്ട് എടുക്കാം. തിരിച്ചും കൂടെ പ്രൂവ് ചെയ്യാണ്. തിരിച്ചു പ്രൂവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്, പക്ഷേ ടെക്സ്റ്റിൽ അത് പറഞ്ഞു